ദ്വാപരയുഗ സ്മരണകൾ ഉയർത്തി നാളെ ശ്രീകൃഷ്ണ ജയന്തി. നാടും നഗരവും ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കൊരുങ്ങിക്കഴിഞ്ഞു. വീതികൾ നാളെ അമ്പാടികളാകുന്ന സുദിനമാണ്. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം ചേർന്ന് ജില്ലയെ അമ്പാടിയാക്കുന്ന കാഴ്ചയ്ക്കാണ് ഓരോ മനുഷ്യരും നാളെ സാക്ഷ്യം വഹിക്കുക. വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ഭജന സംഘങ്ങൾ എന്നിവ ശോഭായാത്രയ്ക്ക് അകമ്പടിയേകും. മുത്തുക്കുടയേന്തിയ ബാലികാ ബാലന്മാർ ശോഭായാത്രയ്ക്ക് നിറപ്പകിട്ടേകും. ബാലദിനമായി ആഘോഷിക്കുന്ന ജന്മാഷ്ടമിയെ വരവേൽക്കുവാൻ ബാലഗോകുലം വലിയ ഒരുക്കങ്ങളിലാണ്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ നടക്കുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നാണ് നമ്മുടെ ഇതിന്റെ ഒരു അർത്ഥവാക്യം തന്നെ. അത് സൂചിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ യുവത്വം ഏത് രീതിയിൽ വഴിതെറ്റി പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഗ്രാമം തണലൊരുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ കുട്ടികളാണ് നമ്മളുടെ ഭാവി തലമുറയെ ഈ രാജ്യത്തെ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന് പറയുമ്പോൾ ഓരോ വൃക്ഷങ്ങളും, ഇപ്പൊ നമ്മളെ മുറ്റത്ത് ഒരു ആൽമരം നിൽക്കുന്ന ആൽമരം പോലെ തന്നെ ഓരോ കുട്ടികളും ഈ രാജ്യത്തിന്റെ സമ്പത്താണ് എന്നാണ് നമ്മുടെ ഈ ഒരു ഗ്രാമം തണലാകട്ടെ എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ ജന്മാഷ്ടമികൾ ഓരോന്ന് കടന്നു വരുമ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് ഭൂമിയിൽ പൂജാതനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മം ഇല്ലായ്മ ചെയ്യുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ പൂജാതനായത്. അപ്പോൾ 5127 വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലും വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ പൂജാതനാകേണ്ട അവസരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാതിരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുമ്പോട്ട് പോകുന്നത്. കല, സാഹിത്യ, സാംസ്കാരിക നായകരും ബാലപ്രതിഭകളും വിവിധയിടങ്ങളിലെ ശോഭായാത്രകൾ ഉദ്ഘാടനം ചെയ്യും. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ് ഉത്തരഭാരതത്തിൽ ജന്മാഷ്ടമി. എന്നാൽ കേരളത്തിന് ഇത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ്. കൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.